Come, let's walk together with Hridya's Wonderland. നമസ്കാരം. ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള MDF ബോർഡാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് റെഡ് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫാബ്രിക് പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് സെലക്ട് ചെയ്യാം, നമ്മുടെ മനസ്സിൻ്റെ ഓരോരോ താല്പര്യം പോലെ. അപ്പം ഞാനിവിടെ എടുത്തത് കുറച്ച് കളർഫുള്ളായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റെഡ് തന്നെ ചൂസ് ചെയ്തത്. സിംഗിൾ കോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് ഡ്രൈ ആക്കാനായിട്ട് വയ്ക്കാം. നന്നായി ഡ്രൈ ആയതിനു ശേഷം ഡ്രോപ്പ് ഷേപ്പിലുള്ള 4 മിററുകൾ 4 വശത്തായിട്ട് ഒട്ടിച്ചു കൊടുത്തു. ഒരു മിററിന് ചുറ്റും യെല്ലോ കളർ ഔട്ട്ലൈനർ വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് ബാക്കി 3 മിററിലും ചെയ്യാൻ പോകുന്നത്. 3D ഔട്ട്ലൈനറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. യെല്ലോ കളറിന് പകരം നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. താഴെയും സെയിം പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് അതിനു മുമ്പ് മുകളിൽ ഗ്രീൻ ഔട്ട്ലൈനർ വെച്ചിട്ട് ചെറിയ ഡോട്ട്സ് ഇട്ട് പോവാം. അരികവശത്തായിട്ടെല്ലാം ചെറിയ ചെറിയ ഡോട്ട്സ് ഇടുക. ഒരു ഡോട്ട് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത ഡോട്ട് കൊടുത്താൽ മതി, കാരണം ഇതിനിടയ്ക്ക് വേറൊരു കളർ നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. മുകളിൽ നിന്ന് ഹാഫ് പോർഷൻ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇനി ലെഫ്റ്റ് സൈഡിലും അതുപോലെ തന്നെ ചെയ്യാം. ഇനി നമുക്ക് ഈ ഗ്രീൻ ഡോട്ടിന് ഇടയ്ക്കായിട്ട് ബ്ലൂ ഡോട്ടിംഗ് ആണ് ചെയ്യേണ്ടത്. പക്ഷേ എൻ്റെ കയ്യിൽ ബ്ലൂ കളർ ഔട്ട്ലൈനർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഫാബ്രിക് പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്രഷ് ഉപയോഗിച്ചാണ് ഡോട്ട് ഇട്ട് കൊടുക്കുന്നത്. ബ്ലൂ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ കൊടുക്കാം. ഈ ഗ്രീൻ ഡോട്ടിന് ഇടയ്ക്കിടയ്ക്കായിട്ട് ബ്ലൂ കവർ ചെയ്ത് ഹാഫ് പോർഷൻ വരെ ചെയ്താൽ മതി, കാരണം താഴെ വേറെ കളേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി ലെഫ്റ്റ് സൈഡിലും ഇതുപോലെ തന്നെ ചെയ്യുകയാണ്. MDF ബോർഡ് വെച്ച് വർക്ക് ചെയ്യുന്നത് വളരെ രസകരമായൊരു പണിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും രസം എന്ന് പറയുന്നത് നമുക്ക് ബീഡ്സ് ഒട്ടിക്കാനാണെങ്കിലും ഫാബ്രിക് കളേഴ്സ് യൂസ് ചെയ്തിട്ട് മണ്ഡല ചെയ്യാനാണെങ്കിലും എന്തും MDF ബോർഡ് വഴി സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. താഴെ ഓറഞ്ച് കളർ ഡോട്ടിംഗ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. ഫാബ്രിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ഡോട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ബട്ടർഫ്ലൈയുടെ ബോഡി വരുന്ന പോർഷൻ വിട്ടിട്ടാണ് നമുക്ക് ഈ ഡോട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. 2 വിങ്സ് മുകളിലും താഴെയായിട്ട് വരുന്ന പോർഷനിലാണ് ഡോട്ടിങ് ചെയ്തെടുക്കേണ്ടത്. ഓറഞ്ച് കളറിന് കൂട്ടായിട്ട് ബ്ലാക്ക് കോമ്പിനേഷൻ നന്നായിട്ടിരിക്കും. അപ്പോൾ ബ്ലാക്ക് ഡോട്ടിംഗ് ആണ് ഇനി ഇതിനിടയ്ക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഫാബ്രിക് പെയിൻറ്റ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. ഓറഞ്ച് ഡോട്ടിങ് കവർ ചെയ്ത് ബ്ലാക്ക് ഡോട്ടും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വർക്ക് ഫിനിഷായി. ഇനി അടുത്തതായിട്ട് നമ്മൾ മുകളിൽ ചെയ്തതുപോലെ തന്നെ യെല്ലോ ഔട്ട്ലൈനർ വെച്ചിട്ട് താഴെയും മിററിന് ചുറ്റും ഡിസൈൻ ചെയ്ത് കൊടുക്കാം. 3D ഔട്ട്ലൈനറിന് പകരം വേണമെങ്കിൽ നമുക്ക് ഫാബ്രിക് പെയിൻറ്റ് വേറെ ഷെയ്ഡ് കൊടുക്കാമായിരുന്നു. പക്ഷേ ഇത് തന്നെയാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇനി നമ്മളിത് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് ഡ്രൈ ആക്കുക. അതിനുശേഷം ബട്ടർഫ്ലൈയുടെ ബോഡി ചെയ്യുന്ന സമയത്ത് ക്യാമറ ഓഫായിരുന്നു. ഞാൻ ഓണാക്കി വെച്ച് അത് റെക്കോർഡിങ് ഓൺ ആക്കിയിട്ടാണ് ഇരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഞാനിപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം. ഇതുപോലെയുള്ള ചെറിയ ബീഡ് ചെയിൻ വെച്ചിട്ടാണ് സെൻറ്ററിലുള്ള ബോഡി ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഗം അപ്ലൈ ചെയ്തിട്ട് അത് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഈ ഷേപ്പിന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പിന്നെ ഇതിൻ്റെ പുറകു വശത്തായിട്ട് 2 ആൻറ്റിന സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ആൻറ്റിന എന്ന് പറയുന്നത് ചെറിയ ഒരു തടി കഷ്ണം, തീപ്പെട്ടി കൊള്ളിയുടെ ഒരു കമ്പ്, അതിൽ നിന്ന് കുറച്ചിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് 2 ആൻറ്റിന സെറ്റ് ചെയ്തു. അപ്പോൾ അത് കുറച്ചുകൂടി ഭംഗിയാക്കാനായിട്ട് മുകളിൽ 2 ഗ്രീൻ കളർ സീക്വൻസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബോഡിയിൽ ഹെഡിൻ്റെ പോർഷനിലും ഒരു സീക്വൻസ്, ഗ്രീൻ സീക്വൻസ് അകത്തൊട്ടിച്ചിട്ടുണ്ട്. താഴെയും അതുപോലെ ഗ്രീൻ സീക്വൻസ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി ഇതിൻ്റെ പുറകുവശത്തായിട്ടൊരു മാഗ്നറ്റും കൂടി ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് എവിടെ വേണോ സ്റ്റിക്ക് ചെയ്യാം. അല്ല, ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് പെർമനൻ്റ് ആയിട്ട് എവിടെയെങ്കിലും ഒട്ടിക്കാനാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുതേ. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.